ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡ്. അപ്പം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സാധനങ്ങളും കൊണ്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പാലാണ് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പാലും കസ്റ്റാർഡ് പൗഡറും വെച്ച് നമുക്ക് കസ്റ്റാർഡിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കണം. സോ പാല് വേണം, 500 ml പാല് വേണം, കസ്റ്റാർഡ് പൗഡർ വേണം, പിന്നെ ഫ്രൂട്ട്സ് വേണം. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ് വേണ്ടത്. വാനിലയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ നിങ്ങൾ മേടിക്കുന്ന കസ്റ്റാർഡ് പൗഡറിനനുസരിച്ചുള്ള ഫ്ലേവർ തന്നെ ആയിരിക്കണം ഐസ്ക്രീം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ചെറി. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിളുണ്ട്, പോമഗ്രാനൈറ്റ് ഉണ്ട്, ഏത്തയ്ക്കയുണ്ട്. കസ്റ്റാർഡാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. കസ്റ്റാർഡ് ആദ്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു 500 ml പാൽ എടുത്തിട്ട് കുറച്ച് പാല് നമുക്ക് മാറ്റി വെക്കണം, കുറച്ച് പാല് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് മാറ്റി വെച്ച പാലിലേക്ക് നമുക്ക് കസ്റ്റാർഡ് ആഡ് ചെയ്തിട്ട് ഇളക്കണം. അപ്പൊ നമ്മൾ ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് കസ്റ്റാർഡ് ഫുൾ ഇളക്കി കഴിഞ്ഞിട്ട് ഈ ചൂടായിരിക്കുന്ന പാലിലേക്ക് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് വെച്ചിട്ട് കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാറ്റി വെച്ച പാലിലേക്ക് നമുക്ക് 1.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അധികം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാതിരിക്കും. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ എടുത്തേക്കുന്ന വാനില ഫ്ലേവറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ആ പൊടിയല്ല ഇതിനകത്ത് നമ്മൾ മിക്സ് ആക്കണം. അപ്പൊ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ബാക്കി ചൂടാക്കാൻ വെച്ച പാലിലേക്ക് നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ തിളച്ച് വന്ന പാലിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡ് മിക്സ് നമുക്ക് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ തന്നെ ഈ ഇരിക്കുന്ന പാല് കട്ടിയായി തുടങ്ങും, കുറുകി തുടങ്ങും. ഇങ്ങനെ നമുക്ക് 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. നമുക്ക് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്കിത് ആറാൻ വെക്കാം കുറച്ച് നേരത്തേക്ക്. ഇത് ആറി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി വരുന്നത്. അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് അരിയാം. ഫ്രൂട്ട്സ് നമുക്കപ്പോൾ ഓരോന്നോരോന്നൊക്കെ നമുക്ക് അരിയാം. നമ്മളൊരു ക്യൂബ് പോലെ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഗായ്സ്, നമുക്കിപ്പം പോമഗ്രാനൈറ്റ് പൊളിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആപ്പിൾ എടുത്തില്ല എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ എപ്പോഴും എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് കറക്കും. സോ നമുക്ക് ലാസ്റ്റിൽ ആപ്പിൾ എടുക്കാം. ഇപ്പോൾ നമുക്ക് പോമഗ്രാനൈറ്റ് ചെയ്യാം. നമുക്ക് ആപ്പിളിൻ്റെ തൊലി കളഞ്ഞു തുടങ്ങാം. കാരണം തൊലിയിലൊക്കെ പല വിഷങ്ങളൊക്കെ അവരടിക്കുന്നതാണ്. സോ നമുക്കിതങ്ങ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ആപ്പിള് കുരുവിൻ്റെ ഈ ഭാഗം കളഞ്ഞിട്ട് നമുക്ക് ബാക്കി നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം. കുരുവിൻ്റെ ആ ഒരു ഭാഗം കൊണ്ടൊക്കെ ഈ മണ്ടക്കത്തെ ഈ 2 ഭാഗങ്ങൾ കുറച്ച് കളയണം. ഇത് കളഞ്ഞു, ഇനി ഇതോടെ ഒന്ന് കളയണം. നമുക്കിപ്പോൾ ഇതിനകത്ത് ഐസ്ക്രീം ആഡ് ചെയ്യാം. ഓക്കെ, ഐസ്ക്രീം ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇങ്ങോട്ട് ഇടാം. ഉണ്ടോ? എടുത്തോളൂ. ഈ ബാക്കി വരുന്ന ഐസ്ക്രീമിനകത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാ ഐസ്ക്രീമും നമുക്ക് കിട്ടും, ഒന്നും വേസ്റ്റ് ആവത്തില്ല. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ഇടാം. അതാകുമ്പോൾ ഇതിനകത്തെ ഐസ്ക്രീം വേസ്റ്റ് ആവത്തില്ല. പഴമൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. എല്ലാം ഒന്ന് ഈവനായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാ ഫ്രൂട്ട്സിലും നമുക്ക് ഇതാവണം. അപ്പോൾ നമുക്ക് ഈവനായിട്ട് എല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ചെറി മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി നമുക്ക് മണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറി ഇഷ്ടപ്പെടാത്തവർ അത് ഇടണമെന്നുമില്ല. നമ്മുടെ കൂട്ടുകാരൻ ടേസ്റ്റ് കൊടുക്കാം. അവനെങ്ങനെ ടേസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ചെറിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.